നമസ്കാരം, ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം, നമ്മൾ സാധാരണ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമ്മളുടെ സർട്ടിഫിക്കറ്റുകളും ഡീറ്റെയിൽസുകളൊക്കെ 3 വർഷത്തിലൊരിക്കൽ പുതുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ടൊരു കോഴ്സ് ചെയ്യുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. എംപ്ലോയ്മെൻറ്റിൻ്റെ സൈറ്റിൽ നേരിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ഓഫീസിൽ നേരിട്ടും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റിന്യൂവലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതുപോലെ വർഷങ്ങളായിട്ട് മറന്നുപോയ കേസുകളുണ്ട്. റിന്യൂ ചെയ്യാൻ വേണ്ടി മറന്നുപോയ കേസുകളൊക്കെ സീനിയോറിറ്റി നഷ്ടമാകാതെ തന്നെ പുതുക്കുന്നതിനായിട്ടുള്ള ഒരു അവസരം ഇപ്പോഴുണ്ട്. അത് ഫെബ്രുവരി 29, 2021 ഫെബ്രുവരി 29 വരെയാണ് അതിനുള്ള ദിവസങ്ങൾ തന്നിരിക്കുന്നത്. അതിനുള്ളിൽ 1998 നവംബർ മുതൽ 2019 ഡിസംബർ വരെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ലാബ്സ് രജിസ്റ്ററിൽ പേരുണ്ടായിരിക്കുന്നത്. അതായത് അതിന് ശേഷം ഒരു പ്രാവശ്യം പോലും പുതുക്കിയിട്ടില്ല എങ്കിൽ പോലും നമുക്ക് പുതുക്കാനുള്ള ഒരു അവസരം ഇപ്പോൾ തന്നിരിക്കുകയാണ്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 98 മുൻപ് ഉള്ള ആളുകളും അതിന് മുൻപുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ, അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തു പക്ഷേ റിന്യൂ ചെയ്യാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒരു വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കേണ്ട. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അതിനായിട്ട് ഫോണിലെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. അതിനുശേഷം നേരെ സെർച്ച് ഓപ്ഷനിൽ ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഈ employment.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറുക. അതിനുശേഷം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു സൈറ്റിൽ ലഭ്യമാകും. അതിനുശേഷം അതിലേക്ക് താഴേക്ക് വരുമ്പോഴേക്കും അതിനായിട്ട് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് രജിസ്റ്റർ ആസ് ജോബ് സീക്കർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് സീനിയോറിറ്റി ലിസ്റ്റ് കാണാൻ സാധിക്കും. അതുപോലെ റിന്യൂവൽ ചെയ്യാൻ സാധിക്കും. കറക്റ്റായിട്ട് റിന്യൂവൽ ചെയ്യുന്ന ആളുകൾക്കായിട്ട് റിന്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പെഷ്യൽ റിന്യൂവൽ, അതായത് കാലങ്ങളായിട്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്കായിട്ട് സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നേരെ നിങ്ങളുടെ ഡീറ്റെയിൽസുകളാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ജില്ല ഏതാണ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണ്, നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണ്, മുനിസിപ്പാലിറ്റി ലോക്കൽ ബോഡി ഏതാണെന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വാർഡ് ഏതാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൃത്യമായിട്ടും നിങ്ങളുടെ വാർഡ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണ് എന്നുള്ളതാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ വാർഡ് അതിനുശേഷം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡിലുള്ളത്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭ്യമായിട്ടുള്ള കാർഡിൽ നിങ്ങളുടെ അതിൻ്റെ നമ്പർ ഉണ്ടാവും. അതിനകത്ത് ഒരു 4 അക്ക നമ്പർ / ആ ഇയറും ആയിരിക്കും കാണുന്നത്. ഇപ്പോൾ അത് വുമൺസിനൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു W കാണും. അപ്പം നിങ്ങൾ ഇതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടത്, ഇപ്പോൾ 2010 ചെയ്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ 10/123 എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പം നിങ്ങളൊരു ലേഡീസിൻ്റെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 10/2010 ഒരു ലേഡി ഒരാളുടെ ആണ് എന്നുണ്ടെങ്കിൽ 10/W1234 എന്ന് പറഞ്ഞ് സ്മോൾ ലെറ്റർ W എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ നേരെ എനിക്കും ലാപ്സായി പോയിരിക്കുകയാണ്, ഞാനും ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ നമ്പറാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ ഏതാണ് എന്നുള്ളതോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് /മന്ത് ഇയർ ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെയായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമായിട്ട് ആ ക്യാപ്ച അവിടെ ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് ക്യാപ്ച ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നേരെ ഇത്രയും ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാണാൻ സാധിക്കും. നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം അവിടെ കാണാൻ സാധിക്കും. നമ്മുടെ റിന്യൂ ഡേറ്റ എന്ന് പറയുന്നത് 2017 അവസാനമായിട്ട് റിന്യൂ ചെയ്യേണ്ടത് 2017 എനിക്ക് മിസ്സായിട്ടുണ്ട്.
ഞാൻ അതിനുശേഷം നമ്മളുടെ സീനിയോറിറ്റി എനിക്ക് കാണാൻ സാധിക്കും. എന്നാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തതെന്ന് കാണാൻ സാധിക്കും. 2008 ഞാൻ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അന്ന് മുതലുള്ള സീനിയോറിറ്റി നഷ്ടമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. റിന്യൂ കൊടുക്കുമ്പോഴത്തേക്കും ആർ യു ഷുവർ എന്നൊരു ഓപ്ഷൻ ചോദിക്കും, നേരെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു മെസ്സേജ് കാണിക്കും, കൺഫർമേഷൻ ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം ആദ്യമേ നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു റിന്യൂ ആയിട്ടുണ്ട്. അതിനുശേഷം നേരെ പ്രിൻറ്റ് 10 എന്ന് പറഞ്ഞ് പ്രിൻറ്റ് 11 എന്ന് പറഞ്ഞ് ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അത് നമുക്കൊന്ന് സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കാം. അതുപോലെ തന്നെ നേരെ ബാക്കിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആ കാർഡും എംപ്ലോയ്മെൻറ്റ് കാർഡ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ സാധിക്കും. അതിനുശേഷം അതിനായിട്ട് പ്രിവ്യൂ ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനകത്ത് എന്നാണ് സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യേണ്ടത്, അല്ല അതിന് അടുത്ത റിന്യൂവൽ എന്നാണ് എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ സാധിക്കും. അതും നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് കറക്റ്റായിട്ട്, അതായത് ഈ 98 നവംബറിന് ശേഷമുള്ള ലാസ്റ്റ് ലിസ്റ്റിലുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് 98 നവംബറിന് മുമ്പുള്ള ഒരാളുടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യുന്നത് എന്നുള്ളൊരു നോക്കാം. അതിനായിട്ട് ഇതുപോലെ തന്നെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ആ ആളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആളുടെ ലോക്കൽ ബോഡി, പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ ആളുടെ വാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരെ രജിസ്റ്റർ നമ്പർ, ഇതിന് മുൻപേ പറഞ്ഞ പോലെ ഇയർ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം വുമൺ ഉണ്ടെങ്കിൽ വുമണിൻ്റെ W എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 4 അക്ക നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇയർ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം 4 അക്ക രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ജെൻഡർ ഏതാണ് എന്നുള്ളത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൃത്യമായിട്ടും ടൈപ്പ് ചെയ്ത് ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് / ഇയർ എന്നുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൃത്യമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഡീറ്റെയിൽസിലൊന്നും തെറ്റാതെ. അതിനുശേഷം നേരെ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ആ ക്യാപ്ചർ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ അതിനുശേഷം ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തു. അതിനുശേഷം നേരെ ഈ നവംബർ 98 മുതൽ 2019 ഡിസംബർ വരെ ആളുകൾക്ക് മിസ്സായിട്ടുള്ള ആളുകൾക്കാണ് സ്പെഷ്യൽ റിന്യൂവൽ കൊടുക്കേണ്ടത്. ഇത് ആ ആളുകളുടെ മുമ്പുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ 98 മുമ്പുള്ള ഒരാളുടെയാണ്. അതുകൊണ്ട് നമുക്ക് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴേക്കും മിസ്മാച്ച് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരാളുടെ ഡീറ്റെയിൽസ് ലാബ്സ് രജിസ്റ്ററിലില്ല, അതുകൊണ്ട് മിസ്മാച്ച് ആണ് എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ ഒരു മെസ്സേജാണ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും കാണിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് തെറ്റായി പോയിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ, തെറ്റായിട്ടാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിലും ഇതുപോലെ മിസ്മാച്ച് എന്ന് പറഞ്ഞ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും അഡ്രസ്സും അവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേരും അഡ്രസ്സും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം പേര് കൊടുക്കുക, അതിനുശേഷം അഡ്രസ്സ് കൊടുക്കുക, അതിനുശേഷം നേരെ സബ്മിറ്റ് ചെയ്യുക. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ, അതായത് ഫെബ്രുവരി 29 മുൻപായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തു എന്നുള്ളതുകൊണ്ട് റിന്യൂവൽ ആകില്ല. അതിനുശേഷം നമുക്കൊരു ഡേറ്റ് തരും. ഈ ഡീറ്റെയിൽസുകൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നമ്മൾ സെലക്ട് ചെയ്ത എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നമ്മളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ സഹിതം നമ്മൾ ഓഫീസിൽ പോകുന്നു. അവിടെ സമർപ്പിക്കുമ്പോഴേക്കും ഈ ഒരു നമ്മളിപ്പോൾ സബ്മിറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസുകൾ ഉപയോഗിച്ച് അവർ റിന്യൂ ചെയ്തു തരും. ഈ ഡീറ്റെയിൽസുകളെല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്തു തരും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊരു ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ റിന്യൂവൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ഞാൻ അറിയാവുന്ന രീതിയിലൊക്കെ മറുപടി നൽകാം. ഇത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. See you.